കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് CJP നേതാക്കൾ. ചർച്ചയിലെ വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ ലംഘിച്ചു. വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിച്ചില്ല. രാജ്യത്തുടനീളം പ്രതിഷേധക്കാർക്ക് നിയമസഹായം ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് നേതാവ് കപിൽ സിബലിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CJP വക്താക്കൾ പറഞ്ഞു. നിയമസഹായം ഉറപ്പാക്കാൻ കപിൽ സിബൽ നേതൃത്വം നൽകും. ഇതിനായി പ്രത്യേക വെബ്സൈറ്റ് രൂപീകരിച്ചു. इसमें तो जुड़ा नहीं ना मैं कभी गया, लेकिन जो मेरी सोच है कि ये जो हिंदू मुस्लिम करते हैं ना, ये हर जगह यही करेंगे, तो इनका तो मकसद ये है, तो वो हिंदुस्तान में हमें होने नहीं देना, छात्रों को होने नहीं देना, प्रोटेस्टर्स को होने नहीं देना। ये अबव क्लास, अबव क्रीड, अबव रिलीजन, ये मूवमेंट है हिंदुस्तान के सुधार के लिए, और सुधार तभी होगा अगर ये सब धर्म के लोग, सब जाति के लोग इकट्ठा होकर इसमें शामिल होंगे। मेरा तो रोल रही है कि मैं इसको बाहर से कानूनी तौर पे सपोर्ट करूं। बहुत बहुत धन्यवाद। थैंक यू सर। मैं नहीं अभी खत्म नहीं हुआ है, रुक जाइए, क्वेश्चंस को रोकिए। ऑन बिहाफ ऑफ कॉकरोच जनता पार्टी मैं सर को बहुत बहुत थैंक यू बोलना चाहता हूं। सर का आप ट्रैक रिकॉर्ड देखिए, हमेशा कोई भी कॉन्स्टिट्यूशनल मैटर हो, एक्टिविस्ट का राइट हो, डिसेंटर्स का राइट हो, छात्रों का സർ ഹമേഷാ वो सारे केसेस लड़े। ശരി, നോബൽ മാരിക്കാരൻ ചേരുകയാണ്. നോബൽ, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. ചൊവ്വാഴ്ചയ്ക്കകം രേഖാമൂലം ഉറപ്പുകൾ നൽകാമെന്നതായിരുന്നു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വിദ്യാർത്ഥികൾക്കെതിരായ FIR-കൾ റദ്ദാക്കാമെന്നതായിരുന്നു. ഇതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. അതിനുള്ള നീക്കങ്ങളും ഉള്ളതായി മനസ്സിലാക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് CJP ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കുന്നത്. തുടർ സമരത്തിലേക്ക് പോകുന്നുണ്ടോ, അത്തരം നീക്കങ്ങളുണ്ടോ എന്നറിയണം. മറ്റൊന്ന്, കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ കൂടി ലഭിക്കുന്നു നിയമസഹായം ഉറപ്പാക്കാൻ എന്നതാണ്. കേന്ദ്ര സർക്കാർ ഈ സമരം ഒത്തീർപ്പാക്കിയപ്പോൾ നൽകിയ വ്യവസ്ഥകൾ ലംഘിക്കുന്നു എന്നാണ് CJP ഇപ്പോൾ ആരോപിക്കുന്നത്. ദില്ലി പോലീസ് പല ആൾക്കും എതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഓരോരുത്തരെയും വ്യക്തിപരമായി വേട്ടയാടുന്ന സാഹചര്യം അടക്കം ഉണ്ട് എന്ന് പറയുന്നു. ദില്ലി മാത്രമല്ല, അസ്സാം, പശ്ചിമ ബംഗാൾ, ബീഹാർ അടക്കമുള്ളിടങ്ങളിലൊക്കെ സമാനമായി തന്നെ പല ആൾക്കെതിരെയും കേസെടുക്കുകയും പലരെയും അറസ്റ്റ് ചെയ്ത സാഹചര്യമുണ്ട്. ചില ആളുകളെ കൊലപാതക കുറ്റത്തിലടക്കം കേസെടുത്ത സാഹചര്യം ഉണ്ട് എന്നുകൂടി CJP വക്താക്കൾ വ്യക്തമാക്കുകയാണ്. ഒപ്പം നിലവിലത്തെ ഈ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് നിയമസഹായം നൽകുന്നതിന് വേണ്ടി കപിൽ സിബലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെയുണ്ട്. വിവിധ ഇടങ്ങളിൽ, രാജ്യത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും കൃത്യമായി നിയമസഹായം ഇതിൽ നൽകും. ഇതിനുവേണ്ടി വെബ്സൈറ്റുകൾ അടക്കം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വെബ്സൈറ്റ് സാക്ഷിയാണ്, അതായത് പ്രത്യേകിച്ച് സാക്ഷി എന്ന പേരിലാണ് മറ്റൊരു വെബ്സൈറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ആ വെബ്സൈറ്റിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങളുടെ വീഡിയോകൾ, ഫോട്ടോകളൊക്കെ ഷെയർ ചെയ്യാൻ ഈ പറഞ്ഞ ആൾക്ക്, സംഘർഷത്തിൽ പരിക്കേറ്റ ആളുകൾക്കും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കൊക്കെ കഴിയും. അതൊരു തെളിവായി ഉപയോഗിക്കാനാണ് CJP തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നിലവിൽ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ വ്യവസ്ഥകൾ ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ സന്ദേശം കൂടി നൽകുകയാണ്. കാരണം നിയമസഹായം അടക്കം നൽകുന്നു, അതോടൊപ്പം തന്നെ ഇനിയും വ്യവസ്ഥകൾ ലംഘിച്ചാൽ കൃത്യമായ മറ്റു നടപടികൾ ആലോചിക്കേണ്ടി വരും എന്ന് CJP നേരത്തെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സൗരദോസ് അടക്കമുള്ള ആളുകളാണ് കപിൽ സിബലിനൊപ്പം ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ വ്യവസ്ഥകൾ ലംഘിക്കുന്നു എന്നും അതിൽ കൃത്യമായി തന്നെ നിലപാട് CJPക്ക് ഉണ്ട്. CJP അതിൽ കർശന നടപടിയിലേക്ക് പോകും എന്നടക്കമുള്ള സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അസ്സാം അടക്കമുള്ള ഇടങ്ങളിൽ ചില പ്രത്യേക മതവിഭാഗങ്ങളെ മാത്രം കേസുകൾ പുതിയാക്കുന്ന ആക്ഷേപമൊക്കെ ഇപ്പോൾ CJP ഉന്നയിച്ചിരിക്കുന്നു. എല്ലായിടത്തും നിയമസഹായം പരമാവധി എത്തിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി മറ്റ് നിയമവിദഗ്ധരെ അടക്കം, പ്രത്യേകിച്ച് ഓരോ സംസ്ഥാനങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേക കോർഡിനേറ്റർമാരടക്കം നിശ്ചയിക്കാനുള്ള തീരുമാനത്തിലേക്ക് CJP കടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത, ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ.